കുടുംബം കൂടുമ്പോൾ ഇമ്പം പകരുന്ന ആ കുടുംബത്തെ ഒരു ചങ്ങലയോട് നമ്മൾ ഉപമിക്കുകയാണെന്നുണ്ടെങ്കിൽ, ചങ്ങല നമുക്കൊക്കെ അറിയാം, ചങ്ങല നമ്മൾ ഉപയോഗിക്കുക എന്തിനാ? രണ്ട് വസ്തുക്കൾ പരസ്പരം കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? അകന്നു പോവാതെ ചേർത്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ചങ്ങല. ഈ ചങ്ങല വാങ്ങുമ്പോൾ നമ്മൾ കട്ടിയുള്ള ചങ്ങല വാങ്ങും. ഇങ്ങനെ പൊട്ടിച്ച് വലിച്ചു നോക്കുമ്പോഴത്തേന് പൊട്ടുന്ന ചങ്ങല നമ്മൾ വാങ്ങൂല. കാരണം എന്താണോ അതിൻ്റെ പ്രവൃത്തി, അത് നടക്കാത്ത ഒന്നിനെ നമ്മൾ വാങ്ങിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ കണ്ണികൾ ഏറ്റവും ദൃഢമുള്ള കണ്ണികളാവാൻ, അതിൻ്റെ കണ്ണികൾ ഏറ്റവും ശക്തിയുള്ള ഏറ്റവും ബലമുള്ള കണ്ണികളാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തിട്ടേ ചങ്ങല വാങ്ങുള്ളൂ. അതിൻ്റെ രണ്ടറ്റങ്ങളിൽ കൂട്ടിക്കെട്ടുന്ന ആ വസ്തുക്കൾ പരസ്പരം പിരിഞ്ഞു പോവാൻ പാടില്ല, പരസ്പരം അകന്നു പോവാൻ പാടില്ല. ആ ചങ്ങലയോടാണ് നാം നമ്മുടെ കുടുംബത്തെ ഉപമിക്കുന്നത് എങ്കിൽ ആ ചങ്ങലയുടെ ആദ്യത്തെ രണ്ട് കണ്ണികൾ നമ്മുടെ ഇണകളാണ്. ഒരു കുടുംബം ഉണ്ടാവുന്നത് തികച്ചും വ്യത്യസ്തരായ രണ്ടുപേർ, ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ്. യാതൊരു സാമ്യതകളും ഇല്ല അല്ലേ? അതുകൊണ്ടല്ലേ സുബ്ഹാനല്ലാഹ് പരിശുദ്ധ ഖുർആൻ ആണിനെയും പെണ്ണിനെയും ഉപമിച്ചിട്ടുള്ളത് രാവിനോടും പകലിനോടുമാണ്. രാത്രിയും പകലും തമ്മിലുള്ള ബന്ധം എന്താണ്? രാത്രിയും പകലും തമ്മിലുള്ള ബന്ധം എന്താ? രാത്രി പോകുമ്പോൾ പകൽ വരും, പകൽ പോകുമ്പോൾ രാത്രി വരും ഇല്ലേ? യാതൊരു ബന്ധവും ഇല്ല എന്നതാണ് ഇവർ തമ്മിലുള്ള ബന്ധം. ഇവർ തമ്മിൽ യാതൊരു സാമ്യതകളും ഇല്ല എന്നതാണ് ഇവർ തമ്മിലുള്ള ബന്ധം. അതിനോടാണ് ആണിനെയും പെണ്ണിനെയും ഉപമിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഓർത്തു നോക്കൂ നിങ്ങൾ. അതിലേറെ മാസ്മരികമായ മറ്റൊരു ഉപമയുണ്ടോ? അത്ര പോലും രാത്രിയും പകലും തമ്മിൽ ബന്ധമില്ല. ഈവൻ നമ്മുടെ ശരീരം പോലും രാത്രിയാകുമ്പോൾ നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് അതിനനുസരിച്ചാവുകയാണ് അല്ലേ? നമ്മുടെ ഓർഗൻസിൻ്റെയൊക്കെ പ്രവർത്തനങ്ങളിൽ ചെറുതെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. അത്ര പോലും രാത്രിയും പകലും തമ്മിൽ ബന്ധമില്ല എന്ന് പറയുമ്പോൾ ആണും പെണ്ണും അത്ര പോലും ബന്ധമില്ല. ശരീരം കൊണ്ട് തികച്ചും വ്യത്യസ്തരാണ്. ചിന്തകൾ കൊണ്ട്, വിചാരങ്ങൾ കൊണ്ടൊക്കെ ആണും പെണ്ണും വ്യത്യസ്തരാണ്. ഇത്രയേറെ വ്യത്യസ്തരായ രണ്ടു പേരെ നിക്കാഹ് എന്ന് പറയുന്ന, തനാഖഹത്തുൽ അസ്ജാർ എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത് നിക്കാഹ്. എന്താ അതിനർത്ഥം? വേർപിരിക്കാൻ പറ്റാത്ത രൂപത്തിൽ കെട്ടുപിണഞ്ഞു കിടക്കുന്ന മരച്ചില്ലകൾ. വേർപിരിക്കാൻ പറ്റൂലോ, വേർപിരിക്കാൻ പറ്റൂല എന്നാണ് പറയണത്. മഞ്ചേരി കുടുംബ കോടതിയിൽ പോയൊക്കെ ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് കേസുകൾ എവിടെ നിന്നുള്ളത്? ഈ തനാഖഹത്തുൽ അസ്ജാർ കേട്ട് അതിൽ നിന്നും ഉണ്ടായ നിക്കാഹ് എന്ന് പറയുന്ന വേർപിരിക്കാൻ പറ്റാത്ത രൂപത്തിൽ ഉപമിക്കപ്പെട്ട, വസ്ത്രത്തിനോട് ഉപമിക്കപ്പെട്ട പരിശുദ്ധ ഇസ്ലാം മതത്തിൻ്റെ വക്താക്കളായ നമ്മുടെ കൗമിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് കേസുകൾ മഞ്ചേരി കുടുംബ കോടതിയിലുള്ളത് അല്ലേ? നമ്മൾ ഓർക്കണം, വേർപിരിക്കാൻ പറ്റൂല എന്ന് എത്ര അർത്ഥത്തോടു കൂടി നമ്മളോട് ഉപദേശിക്കുന്നുണ്ടോ അത്രയേറെ ഇങ്ങനെ പിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. ആ ആദ്യത്തെ രണ്ട് കണ്ണികളാവുന്ന ഈ ഇണകൾ വസ്ത്രത്തോട് ഉപമിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, എത്ര മനോഹരമായൊരു ഉപമയാണല്ലേ? എൻ്റെ വസ്ത്രം എനിക്ക് ഭംഗിയാണ്, എനിക്ക് അലങ്കാരമാണ്, എൻ്റെ ന്യൂനതകളെ മറക്കുന്നതാണ്. അപ്രകാരം ഇണകൾ പരസ്പരമായി തീരുക എന്ന് പറയുമ്പോൾ എൻ്റെ ഇണയുടെ ഭംഗിയായി തീരേണ്ടവളാണ് ഞാൻ. എൻ്റെ ഭംഗിയെ വർദ്ധിപ്പിക്കേണ്ടവനാണ് എൻ്റെ ഇണ എന്ന് പറയുമ്പോൾ സുബ്ഹാനല്ലാഹ്, നിങ്ങൾ പരസ്പരം ആനന്ദിക്കുവാനും ആഹ്ലാദിക്കുവാനും സംതൃപ്തി അടയുവാനും വേണ്ടി നിങ്ങളെ ഞാൻ ഇണകളാക്കി സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പടച്ചോന് നമുക്ക് തരുന്ന വാഗ്ദാനമാണ്. ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറയുന്ന നവീന കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കോട്ടാണ് ജെൻഡർ ഈക്വാലിറ്റി അല്ലേ? ജെൻഡർ ഈക്വാലിറ്റി ഇവിടെ ഇല്ലേ? നാട്ടിൽ മാത്രമേ ഉള്ളൂ? ഇവിടെ ഉണ്ടോ? സത്യമായിട്ടും ചോദിക്കും. ഞാൻ ഇവിടെ ഇവിടെ നടക്കൂല എന്നാ പറയണത്. ഇവിടെ ജെൻഡർ ഈക്വാലിറ്റി നടക്കൂലേ? നടക്കൂല എന്നാ പൊരയിലോ? പൊരയിൽ നടക്കുമോ ജെൻഡർ ഈക്വാലിറ്റി? പൊരയിൽ തീരെ നടക്കൂല എന്ന്. സൗദിയിലും നടക്കൂല, പൊരയിൽ തീരെ നടക്കൂല. അത് തന്നെയാവട്ടെ ഇന്നത്തെ നമ്മുടെ ചർച്ച. പൊരയിൽ ജെൻഡർ ഈക്വാലിറ്റി നടക്കുമോ? എന്താണ് പരിശുദ്ധ ഇസ്ലാം മതം പറയുന്നത്? അൽഹംദുലില്ലാ, ഇവിടെ ഖിറാഅത്തിൽ മനോഹരമായ ഖിറാഅത്ത് നമ്മൾ കേട്ടൂലേ? അതിൻ്റെ അർത്ഥം കേട്ടോ നിങ്ങൾ? കേട്ടില്ലേ? ആ അർത്ഥം കേട്ടപ്പോൾ എത്ര പേരത്
മനോഹരമായി ആസ്വദിച്ചു? എത്ര പേരുടെ ഉള്ളിൽ അതെന്താ അങ്ങനെ എന്ന് തോന്നി? അല്ലേ? നമ്മൾ തുറന്ന് പറയണം. അതാണ് നമ്മുടെയൊക്കെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അതാ, പലതും നമ്മൾ ഉള്ളിൽ ഒതുക്കും. പക്ഷേ ഈ ആൽഫ ജനറേഷൻ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. നമ്മൾ സ്വപ്നം കണ്ട് കിനാവ് കണ്ട് പ്രതീക്ഷയോടുകൂടി നമ്മൾ വളർത്തുന്ന നമ്മളെ മക്കളാണ് ആൽഫ ജനറേഷൻ, അല്ലേ? 2010 ശേഷമുള്ള ജനറേഷനാണ് ആൽഫ ജനറേഷൻ എന്ന് പറയുന്നത്. ഈ റോബോട്ടിക്സ് യുഗത്തിൽ, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടത്തിൽ, മെറ്റാവേഴ്സിൻ്റെ കാലഘട്ടത്തിൽ 1500 ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ് തലച്ചോറിൻ്റെ കപ്പാസിറ്റി ആയിട്ട് ജീവിക്കുന്നവരാണ് നമ്മൾ, അല്ലേ? പലപ്പോഴും ഉമ്മ ഉപ്പ എന്ന് അഹങ്കരിക്കുന്നവർ. ഇന്ന് വരുമ്പോൾ പോലും, ക്ലാസ്സിന് വരുമ്പോൾ പോലും ഇളയമ്മ മക്കളോട് പറയുന്നുണ്ട്, ഉമ്മ വരുമ്പോഴത്തേന് ഫുള്ള് പഠിക്കണം കേട്ടാ, അല്ലേ? നാളെ എക്സാം തുടങ്ങുകയാണല്ലോ, മക്കൾ 3 നേരം വീട്ടിലാക്കിയിട്ടാണ് വരുന്നത്. ഉമ്മ വരുമ്പോഴത്തേന് ഫുള്ള് പഠിക്കണം. അപ്പോൾ ഉമ്മ എന്ന ഒരു ഭാവമുണ്ട്, അല്ലേ? അപ്പാരെ പിന്നെ പറയണ്ടല്ലോ. നമുക്ക് ഉമ്മാർക്ക് തന്നെ ഭാവം ഉണ്ടെങ്കിൽ സ്ത്രീകളിൽ അധികാരമേൽപ്പിക്കപ്പെട്ടവരാകുന്ന പുരുഷന്മാരുടെ വാപ്പ എന്നുള്ള ഭാവം, അല്ലെങ്കിൽ ആ ഒരു സ്ഥാനം എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഊഹിക്കാം. അങ്ങനെ ഉമ്മ വാപ്പ അവസ്ഥയിലിരുന്ന് കൊണ്ട് അഹങ്കരിക്കുന്ന, ഒരു വേള സ്വകാര്യമായെങ്കിലും അഹങ്കരിക്കുന്ന നമ്മൾ 1500 ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സാണ് തലച്ചോറിൻ്റെ കപ്പാസിറ്റി ഉള്ളത്. പക്ഷേ നമ്മുടെ മക്കൾ 1800 ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സാണ് തലച്ചോറിൻ്റെ കപ്പാസിറ്റി ഉള്ളത്. നമ്മൾ ഓർക്കണം, ടെക്നോളജിയുടെ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മളെക്കാളും അറിയുന്നത് നമ്മുടെ മക്കൾക്കായിരിക്കും, അല്ലേ? നമ്മളെ മക്കൾക്കായിരിക്കും ഒരു പക്ഷേ ടെക്നോളജി വൈസ് നമ്മളെക്കാളും അറിവും വിവരവും ഉള്ളവർ നമ്മളെ കുട്ടികൾ. അൽഹംദുലില്ലാ, അത് അങ്ങനെ തന്നെ ആവണം. ടെക്നോളജി ആണെങ്കിലും ശാസ്ത്രമാണെങ്കിലും ഒക്കെ നമ്മുടെ മക്കൾ നമ്മളെക്കാളും, നമ്മളൊക്കെ ആഗ്രഹിക്കുക അങ്ങനെയാണ്, അല്ലേ? എൻ്റെ കുട്ടി എന്നെപ്പോലെ ആവണം എന്ന് ആഗ്രഹിക്കുന്ന എത്ര ആൾ ഇവിടെ ഉണ്ട്? സുബ്ഹാനല്ലാ, ഒരാളും കൂടി ഇല്ലേ? ഇയാൾ എങ്ങളെ പോലെ ആവണ്ടേ നിങ്ങളെ കുട്ടികൾ? അതാണ് എൻ്റെ കുട്ടി എന്നേക്കാളും നന്നാവണം. നോക്കൂ, അവിടെ തന്നെയാണ് നമ്മളൊക്കെ ചിന്തിക്കേണ്ടത്. ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ കുട്ടി എന്നേക്കാളും ഉയരങ്ങളിൽ എത്തണം. അപ്പം എനിക്കെന്താ പ്രശ്നം? അടുത്ത ചോദ്യം, അപ്പം എനിക്കെന്താ പ്രശ്നം? അപ്പോൾ എനിക്കെന്തോ പ്രശ്നമുണ്ട്. ഞാൻ ആഗ്രഹിക്കാത്ത, ചിലപ്പോൾ എനിക്ക് പോലും വെറുപ്പ് തോന്നുന്ന, എനിക്ക് പോലും ഇഷ്ടമില്ലാത്ത ചില സ്വഭാവങ്ങൾ, ചില ഇഷ്ടാനിഷ്ടങ്ങൾ, ചില വിചാരങ്ങൾ എനിക്കുള്ളത് കൊണ്ടല്ലേ എൻ്റെ കുട്ടി എന്നെപ്പോലെ ആവരുത് എന്ന് ആഗ്രഹിക്കുന്നതിൻ്റെ മറ്റൊരു വിവക്ഷയാണ് എൻ്റെ കുട്ടി എന്നേക്കാളും ഉയരങ്ങളിൽ എത്തണമെന്നത്. അവിടെയാണ് സ്വയം ഒരു വിലയിരുത്തൽ വേണ്ടത്, അല്ലേ? ഈ ക്യാമറ എൻ്റെ ഭാഗത്തു നിന്ന് മാറ്റി നിങ്ങളെ ഭാഗത്തേക്ക് തിരിച്ചേക്കുമ്പോൾ എന്താ സംഭവിക്കുക? വേഗം ഫോൺ എടുക്കും, ഫ്രണ്ട് ക്യാമറ ഓണാക്കി നോക്കും, ഇല്ലേ? ഇല്ല? ജിദ്ദക്കാരിങ്ങളെ, ഞങ്ങൾ നാട്ടിൽ കേരളത്തിലൊക്കെ എങ്ങനെയാണെന്നറിയോ? ക്യാമറ നമ്മളെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തിരിക്കുമ്പോൾ എല്ലാവരും വേഗം എന്തെടുക്കും? ഫോൺ എടുക്കും. എന്നിട്ട് ഫ്രണ്ട് ക്യാമറ ഓണാക്കി ഒന്ന് നോക്കും. എന്താ, മുടിയൊന്നും കാണുന്നില്ലല്ലോ, ഇല്ലേ? മുടിയൊന്നും കാണുന്നില്ലല്ലോ തമ്പുരാനെ, എൻ്റെ കഴുത്തൊന്നും കാണുന്നില്ല. നമ്മളൊന്ന് ഫിറ്റാകാൻ ശ്രമിക്കും, ഇല്ലേ? നിങ്ങളെന്ത് ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കണേം കാണണേം മാതിരി ഇരിക്കണയാളെ? നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ്, ഞാനും അങ്ങനെ തന്നെയാണ്, നിങ്ങളൊക്കെ അങ്ങനെ തന്നെ. നമ്മൾ വേഗം ഫ്രണ്ട് ക്യാമറ എടുത്തൊന്ന് നോക്കും. കാരണം എന്താ, അതിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ടൊക്കെ. കുറച്ച് കഴിയുമ്പോൾ ഇസ്ലായി സെൻറ്ററിൻ്റെ IWO അല്ലേ, ഇതിൻ്റെ ഗ്രൂപ്പിൽ വീഡിയോ വരും. അപ്പോൾ നമ്മൾ സൂം ചെയ്ത് നോക്കാം, നമ്മളെ മാത്രമേ കാരം. അതുമല്ലേ, ഒക്കെ അങ്ങനെ തന്നെയാണ്. ഒരു ഫോട്ടോ നമ്മൾ ഫോർവേഡ് ചെയ്യുമ്പോൾ, ഒരു ഫോട്ടോ നമ്മൾ ഗ്രൂപ്പിലിടുമ്പോൾ ആദ്യം ഞാൻ ഇന്നെ തന്നെ സൂം ചെയ്ത് നോക്കും. എൻ്റെ മുഖം മൊഞ്ചാണോ, ഞാൻ എന്തെങ്കിലും ഫോർവേഡ് ചെയ്യും. അപ്പുറത്തിരിക്കുന്ന ആൾ ചിലപ്പോൾ ഒരു കണ്ണ് അടച്ച് ഒരു കണ്ണ് തുറന്നൊക്കെ കാരം. അത് നമ്മൾ നോക്കൂല. കാരണം എന്താ, ഞാൻ പെർഫെക്റ്റ് ആണ്, അതുകൊണ്ട് ഒറ്റ ഫോർവേഡ്. അത് സംഭവിക്കുന്നത് എന്തുകൊണ്ട്, ഇതിൽ വരുന്ന വീഡിയോകൾ കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടും. പക്ഷെ ആ വീഡിയോ അല്ലെങ്കിൽ ആ ഫോട്ടോ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അല്ലേ? മൊബൈൽ ഫോണിൽ നിരവധി ഓപ്ഷൻസ്, ആപ്ലിക്കേഷൻസാ. അതിൽ കയറിക്കഴിഞ്ഞാൽ ആ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട്, എന്താ നിങ്ങൾ കാസർഗോഡ് ഭാഷ പറയണല്ലോ, വെളുത്ത് പാറുകയെ, അല്ലേ? എന്നെയൊക്കെ വെളുത്ത് പാർപ്പിക്കാൻ പറ്റുന്നയാളെ നിങ്ങൾ ആലോചിച്ച് നോക്കി. ആ രൂപത്തിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും, ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഉണ്ടല്ലോ, ഞാൻ ജീവിക്കേണ്ടത് 3 ക്യാമറൻ്റെ മുമ്പിലാണ്. 4ാം ക്ലാസ് പഠിക്കുന്ന ഒരു ക്യാമറയും, 3ാം ക്ലാസ് പഠിക്കുന്ന ഒരു ക്യാമറയും, LKG പഠിക്കുന്ന ഒരു ക്യാമറയും. ഈ 3 ക്യാമറകൾ ഓരോ നിമിഷവും എന്നെ ഇങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക.
ഞാൻ പറയണത് എന്താ, ഞാൻ കേൾക്കണത് എന്താ, ഞാൻ പ്രവർത്തിക്കണത് എന്താ, ഞാൻ അനുഭവിക്കണത് എന്താ. ഈ ക്യാമറകൾ റെക്കോർഡഡ് ആയ ഈ വേർഷൻ കുറച്ച് കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിലൂടെ ആ റെക്കോർഡഡ് വീഡിയോകൾ എന്നെ കാണിപ്പിക്കും, എന്നെ കേൾപ്പിക്കും, എന്നെ അനുഭവിപ്പിക്കും. പക്ഷേ അവിടെ എഡിറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടാവില്ല. വെളുപ്പിച്ച് പാർപ്പിക്കാനോ നന്നാക്കി എടുക്കാനോ യാതൊരു ഓപ്ഷനുകളും ഇല്ലാത്ത രൂപത്തിൽ ആ 3 ക്യാമറകളുടെയും വീഡിയോകൾ എൻ്റെ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു വരും. ശാസ്ത്രം പറയുകയാണ്, ഒരു മനുഷ്യൻ ആരാവണമെന്ന് തീരുമാനിക്കുന്നത്, മെഡിക്കൽ സയൻസ് പറയാ, ഒരു മനുഷ്യൻ ആരാവണം, എപ്രകാരമായി തീരണം, എന്തായി തീരണം എന്ന് തീരുമാനിക്കുന്ന 2 ഘടകങ്ങളാണ്. 50% ദ ഫസ്റ്റ് വൺ ഈസ് ഹിസ് ഹെറിഡിറ്ററി, അയാളുടെ പാരമ്പര്യമാണ്. ദ സെക്കൻഡ് റിമൈനിങ് 50% ഈസ് എന്താണ്, അയാളുടെ എൻവിയോൺമെൻ്റ് ആണ്. ആ മനുഷ്യൻ ജനിച്ച് ജീവിച്ച് വളർന്നു വരുന്ന അയാളുടെ എൻവിയോൺമെൻ്റാണ്, ചുറ്റുപാടാണ് എന്ന് പറയുമ്പോൾ 7 വയസ്സ് വരെ മാത്രമാണ് ഒരു കുട്ടിയുടെ തലച്ചോറ് വളരുന്നത്. അതും മെഡിക്കൽ സയൻസ് തെളിയിക്കുകയാണ്. ഒരു മനുഷ്യൻ്റെ തലച്ചോറ് വളരുന്നത് 7 വയസ്സ് വരെ മാത്രമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഡെവലപ്മെൻറ്റാണ് സംഭവിക്കുക. ആ ഗ്രോ ചെയ്ത് വളർന്ന ആ തലച്ചോറിൻ്റെ ഡെവലപ്മെൻറ്റാണ് പിന്നെ സംഭവിക്കുന്നത്. ഈ 7 വയസ്സിനുള്ളിൽ ആ കുട്ടിയുടെ തലച്ചോറിലേക്ക് എന്തെല്ലാം കേട്ടു, എന്തെല്ലാം കണ്ടു, എന്തെല്ലാം അനുഭവിച്ചു, അവയാണ് ആ കുഞ്ഞായിത്തീരുന്നത് എങ്കിൽ 7 വയസ്സ് വരെയുള്ള ആ കുട്ടിയുടെ 50%, ആദ്യത്തെ 50% ഹെറിഡിറ്ററി ഈസ് ഞാനും എൻ്റെ ഇണയുമാണ്. എൻ്റെ 3 മക്കളുടെ ഹെറിഡിറ്ററി എന്ന് പറയുന്നത് ഞാനും എൻ്റെ ഇണയുമാണ്. 8 ജനറേഷൻ വരെ പിറകിലേക്ക് ജനറ്റിക് ക്യാരക്ടേഴ്സ് നമ്മുടെ ക്രോമസോംസ് പോകുന്നുണ്ട് എന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. ചില സ്കോളേഴ്സ് 13 ജനറേഷൻ വരെ പോകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവിടെയൊക്കെ ലീസ്റ്റ് പോസിബിലിറ്റിയാണ്, 5% ക്യാരക്ടേഴ്സ് മാത്രമാണ് കിട്ടുന്നത്. ബാക്കിയെല്ലാം ഉമ്മയുടെയും ഉപ്പയുടെയുമാണ്. അല്ലേ? സമ്മാനം വാങ്ങി വരുമ്പോൾ ഉമ്മാരെന്താ പറയുക, നോക്കാൻ നിങ്ങൾ ഇതിൻ്റെ കുട്ടിയാണെന്ന്, അല്ലേ? ഗിഫ്റ്റൊക്കെ വാങ്ങി സ്കൂളിൽ നിന്ന് അംഗീകാരമൊക്കെ ലഭിച്ചു വരുമ്പോൾ നമ്മൾ പെണ്ണുങ്ങൾ പറയും, നോക്കിയാൽ നിങ്ങൾ എൻ്റെ കുട്ടിയാണത്. മൂപ്പര് പറയും, നോക്കിയാടി എൻ്റെ കുട്ടി അതിട്ടാ. കുരുത്തക്കേട് കാണിച്ച് വിളിക്കുമ്പോഴോ പ്രിൻസിപ്പൾ വിളിക്കുമ്പോൾ പറയും അൻ്റെതല്ലേന്ന്, അല്ലേ? മൂപ്പര് പറയും അൻ്റെതല്ലേ, നമ്മൾ പറയും ഇങ്ങളതല്ലേ, ഇങ്ങളെന്നെ പോയാൽ മതി പാരൻസ് മീറ്റിങ്ങിന്, ഞാൻ വഴിക്ക് പോവില്ല. നല്ലത് ചെയ്യുമ്പോൾ, നന്മ കാണുമ്പോൾ എൻ്റേതാണെന്ന് അവകാശം പറയുകയും തിന്മ കാണുമ്പോൾ നിൻ്റേതാണെന്ന് കുറ്റപ്പെടുത്തുവാനും അവകാശമില്ല പരിശുദ്ധ ഇസ്ലാം മതത്തിൽ. അള്ളാഹു യുക്തിമാനും നീതിമാനുമാണ്. സുബ്ഹാനല്ലാഹ്. ഉമ്മയിൽ നിന്നും 23 ക്രോമസോംസും ഉപ്പയിൽ നിന്നും അത്ര തന്നെ 23 ക്രോമസോംസും എടുത്തുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട നാം ഓരോരുത്തരും. ഇതിലപ്പുറം ജെൻഡർ ഈക്വാലിറ്റി വേറെ എവിടെയാണ് ഉള്ളത്? സൗദിയിലും ഉണ്ട്, നമ്മളെ പുരയിലും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട് ജെൻഡർ ഈക്വാലിറ്റി. സൃഷ്ടിക്കപ്പെട്ടപ്പോൾ പോലും വാപ്പയാണ് നേരത്തെ പറഞ്ഞ പോലെ കുടുംബത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെട്ടവനാണ്. സ്വത്തിൽ നമ്മളെക്കാളും ഒരരട്ടി അവകാശം കൊടുക്കുന്നുണ്ട്, ഇല്ലേ? പരാതി ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ, അല്ലേ? അതാ പറഞ്ഞ ഇക്വാലിറ്റി ഇല്ലല്ലോന്ന്, ഇല്ലേ? നമ്മൾ പരാതി ഉണ്ടാവും, എന്തൊക്കെ പറഞ്ഞാലും. ഈ കോലത്തിലൊക്കെ പ്രസംഗിച്ച് നാട്ടിൽ നാളെ ഭാഗം വെപ്പ് നടക്കുകയാണെന്ന് പറഞ്ഞ് നേരത്തിന് നമ്മൾ ടിക്കറ്റ് എടുത്ത് നാട്ടിലെത്തി. കാരണം എന്താ? ഒപ്പിടണമെങ്കിൽ നമ്മൾ എത്തണ്ടേ? ആങ്ങൾക്ക് നമ്മളെക്കാൾ ഏറെ കൊടുക്കണത്. ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ഇടങ്ങേറല്ലേ, ഇല്ലേ? എന്തൊക്കെ പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ എന്തേ ഈക്വൽ അല്ലേ? എവിടെ ഇക്വാലിറ്റി? എവിടെ ഈക്വാലിറ്റി? ഇസ്ലാമിൻ്റെ വിധിയാണ് സ്ത്രീക്ക് കൊടുക്കുന്നതിനേക്കാളും 1 ഇരട്ടി ഏറെ പുരുഷന് നൽകപ്പെടുക. ഈക്വാലിറ്റി ഉണ്ടോ? എന്താണ് നിങ്ങളോടല്ലേ ചോദിക്കണത്, ഈക്വാലിറ്റി ഉണ്ടോ? ഉണ്ടെന്നോ ഇല്ലെന്ന് ഏതെങ്കിലും ഒന്ന് പറയുന്ന എനിക്ക് അതിനനുസരിച്ച് നിൽക്കാനാ. ഓരോ അഭിപ്രായം പറയണില്ല. ടീച്ചറെ ഉണ്ടോ, നമ്മളെ മദ്രസത്തെ ടീച്ചർ ഉണ്ടോ, ഈക്വാലിറ്റി ഉണ്ടോ? ജനോട് പറഞ്ഞാളാന്ന്, അല്ലേ? സ്റ്റേജിന്മേൽ കാര്യങ്ങൾ നിൽക്കല്ല, ജനോട് പറഞ്ഞാളാ. ചോദ്യം ഉത്തരമൊക്കെ ഞാൻ തന്നെ പറയാം. ഇക്വാലിറ്റി ഇല്ല എന്ന് പലപ്പോഴും പ്രസംഗമൊക്കെ കേട്ട് പോയാലും, അല്ലേ? നിയമജ്ഞരുടെ സ്കോളേഴ്സിൻ്റെ ഒക്കെ ക്ലാസ്സൊക്കെ കേട്ട് പോയാലും മനസ്സിൻ്റെ ഉള്ളിലൊരു പുകട്ടൂടലാന്ന് പറയും. ഭാഗം വെപ്പങ്ങ് കഴിഞ്ഞാൽ ഒരു പൊറുതേടാ.
ഇതെന്തിനാ പൊറുതിയേട്? ഈ സ്വത്ത് കൊടുക്കുന്നതിൻ്റെ കൂടെ പറയുന്നുണ്ട് ആണുങ്ങൾക്ക് നമ്മളെക്കാൾ ഒരു ഇരട്ടി കൊടുത്ത് സഞ്ചിയും തൂക്കി ഒരങ്ങോട്ട് പോവുക. ആ സഞ്ചിൻ്റെ ബാക്കിൽ ആരൊക്കെ ഉണ്ടെന്നറിയോ? ഉമ്മ, വാപ്പ. ഉമ്മയുടെയും വാപ്പയുടെയും ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞിട്ടില്ല. ഭാര്യയുടെ ഭാരിച്ച ഉത്തരവാദിത്തം അവനിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മക്കളുടെ ഉത്തരവാദിത്തം അവനിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വീട്ടിൽ വിവാഹം കഴിക്കാതെ ഇരിക്കുന്ന പെങ്ങന്മാരുടെ ബാധ്യത അവനിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി വിവാഹം കഴിഞ്ഞതിന് ശേഷം തൊലാക്ക് പറഞ്ഞ് ഡിവോഴ്സായി പിരിഞ്ഞ് വീട്ടിൽ വന്ന് ജീവിക്കുന്ന പെങ്ങന്മാരുടെ അവകാശവും ഓനിൽ അർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ പെണ്ണുങ്ങൾക്ക് ആ പൈസയിൽ നിന്ന് ഒരു 5 ഉറുപ്പ്യ എടുത്ത് കടലമുട്ടായി വാങ്ങി തിന്നാനുള്ള റോളും കൂടി ഇല്ല. എനിക്കാരാ കടലമുട്ടായി വാങ്ങിത്തരണ്ടേ? നൗഷാദക്ക അല്ലേ? നമുക്കാരാ കടലമുട്ടായി വാങ്ങിത്തരണ്ടേ? നൗഷാദക്ക്. നിങ്ങൾക്കൊക്കെ നൗഷാദക്ക വാങ്ങിത്തരാ? ഇല്ലട്ടാ, നടക്കണ പരിപാടിയല്ല, എനിക്ക് മാത്രം. നൗഷാദക്കൻ്റെ ഡ്യൂട്ടിയാണ് എനിക്ക് കടലമുട്ടായി വാങ്ങിത്തരേണ്ടത്. നൗഷാദക്കാണ്. നിങ്ങൾക്കൊക്കെ വാങ്ങിത്തരേണ്ടത് നിങ്ങളുടെ ഇണകളാണ്. എനിക്ക് കിട്ടുന്ന സമ്പത്തിൽ നിന്നും എനിക്ക് ലഭിക്കുന്ന എൻ്റെ ആങ്ങളയ്ക്ക് കൊടുക്കുന്നതിൻ്റെ ആ പകുതി സമ്പത്തിന്ന് ഒരു കടലമിഠായി പോലും വാങ്ങി തിന്നേണ്ട ഡ്യൂട്ടി, അവകാശം എനിക്കില്ല എങ്കിൽ എൻ്റെ പണത്തിൽ നിന്നും 10 പൈസയെങ്കിലും നൗഷാദക്ക എൻ്റെ പൊരുത്തമില്ലാതെ എടുത്താൽ അത് ഹറാമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി. പൊന്നാറിൻ്റെ എണ്ണയാളെ, ആ പകുതി നമുക്ക് പെട്ടിൻ്റെ ഉള്ളിൽ പാത്ത ചിരിക്കാനുള്ളതാ. അതിന്നൊരു 10 പൈസ പോലും മക്കൾക്ക് വേണ്ടി ചിലവഴിക്കേണ്ട ബാധ്യതയില്ല. ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി ചിലവഴിക്കേണ്ട ബാധ്യതകളില്ല. അതൊക്കെ ആണുങ്ങൾക്ക് കൊടുത്തതാണ്. അതുകൊണ്ട് അവിടെ ഈക്വാലിറ്റി, ഇതിലേറെ ഈക്വാലിറ്റി വേറെ എവിടെ നമുക്ക് കാണാൻ പറ്റും? ഇല്ലേ? അതിലേറെ ഈക്വാലിറ്റി വേറെ എവിടെ നമുക്ക് കാണാൻ പറ്റും? ഉപ്പ ഇത്രയേറെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെട്ട, ചോര നീരാക്കി അധ്വാനിച്ച് വീട്ടിലുണ്ടാക്കുന്ന ഓരോ ഭക്ഷണത്തിൻ്റെയും അധ്വാനത്തിന് പിറകിൽ ആ ഉപ്പയുടെ നീരാക്കപ്പെട്ട ചോരയുണ്ട് എങ്കിൽ എന്തേ അള്ളാഹു ഒരു ക്രോമസോം ഉപ്പാക്ക് ഏറെ കൊടുത്തോ? നമ്മളെ കുട്ടികൾക്ക് വാപ്പയുടെ ക്രോമസോം ഏറെ കൊടുത്തിട്ടില്ല. ഉമ്മയാണ് പ്രയാസങ്ങൾക്ക് മേൽ പ്രയാസം സഹിച്ചുകൊണ്ട് ഗർഭം ചുമന്നവളാണ്. അല്ലേ? പ്രസവിക്കുമ്പോൾ സമയമാകുമ്പോഴത്തേന് എത്ര വെയിറ്റ് നമ്മൾ കൂടും? അവിടെ പെറ്റോലും ഇല്ലപ്പോൾ എത്ര നാളെ വെയിറ്റ് കൂടല്? 10 കിലോ അല്ലേ? നിങ്ങൾ മുണ്ടാണ്ടിക്കല്ലേ? 10 കിലോ നമ്മൾ വെയിറ്റ് കൂടും അല്ലേ? 10 കിലോഗ്രാം നമ്മൾ വെയിറ്റ് കൂടിയിരിക്കണം. 10 കിലോയിൽ കൂടുതൽ കൂടിയാൽ സുക്രോസും ഫ്രക്ടോസും ഒക്കെ കുറച്ചോളി എന്ന് പറയും. കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ കുറച്ച് പിന്നെ പട്ടിണിക്കിട്ട് വെയിറ്റ് കുറപ്പിക്കണം അല്ലേ? അപ്പോൾ 10 കിലോ വരെ നമ്മൾ വെയിറ്റ് കൂടും. ഇവിടെ എത്ര ആണുങ്ങൾക്ക് വയറ്റിലൊരു 10 കിലോൻ്റെ കല്ല് കയറ്റി വെച്ച് നടക്കാൻ പറ്റും? നടക്കാൻ പോയിട്ട് കസേരയിൽ ഇരിക്കാൻ പറ്റുമോ? ഈ 10 കിലോയും കൊണ്ട് നമ്മളാരും ഇരുന്നിട്ടില്ല. നമ്മളാരും ബെഡ് റെസ്റ്റ് എടുത്തിട്ടില്ല വിത്തൗട്ട് പ്രിസ്ക്രിപ്ഷൻ. ഡോക്ടർ, ഗൈനക്കോളജിസ്റ്റ് പ്രിസ്ക്രൈബ് ചെയ്യാതെ അല്ലാതെ നമ്മളാരും ബെഡ് റെസ്റ്റ് എടുത്തിട്ടില്ല. നമ്മളുടെ ഡ്യൂട്ടികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ 10 കിലോ വെയിറ്റും വെച്ച് ആ വെയിറ്റും താങ്ങിക്കൊണ്ട് നമ്മുടെ ആസ് യൂഷ്വൽ എല്ലാ ദിവസവും ചെയ്യുന്ന എല്ലാ ജോലികളും ചെയ്യുന്നുണ്ട് അല്ലേ? ഡോക്ടർ പറയും വലതുവശം മാത്രം തിരിഞ്ഞ് കിടക്കണം കേട്ടോ എന്ന് അല്ലേ? 3-ാം മാസം ചെല്ലുമ്പോൾ പറയും എക്ലാംഷ്യ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇടതുവശം മാത്രം ചെരിഞ്ഞ് കിടക്കണം എന്ന് നമ്മളോട് പറയും അല്ലേ? ഇടതുവശം ചെരിഞ്ഞ് നമുക്ക് എത്ര നേരം കിടക്കാൻ പറ്റലുണ്ട്? എത്ര നേരം നമുക്ക് കിടക്കാൻ പറ്റും? നോർമൽ അവസ്ഥയിൽ പ്രഗ്നൻസി അല്ലാത്തൊരു സമയത്ത് എത്ര നേരം നമുക്ക് ഒരേ വശത്തേക്ക് തിരിഞ്ഞ് കിടക്കാൻ പറ്റും? പറ്റൂല. കുറച്ച് കഴിയുമ്പോൾ കയ്യൊക്കെ ആകെ തരിച്ച് പുടുത്തം വിട്ടിട്ടുണ്ടാവും അല്ലേ? നമ്മൾ പൊസിഷൻ മാറി കിടക്കും. എന്നാൽ ഓരോ നിമിഷം പൊസിഷൻ അറിയാതെ മാറിപ്പോയിട്ടുണ്ടെങ്കിലും നമ്മൾ ഉണർന്ന് വീണ്ടും ഇടതുവശത്തേക്ക് ചെരിഞ്ഞ് കിടക്കും. പ്രയാസമായി നമ്മൾ കണക്ക് പറഞ്ഞിട്ടില്ല. പറഞ്ഞു ഏതെങ്കിലും ഉമ്മാർ അന്നെ ഇടതുവശം മാത്രം ചെരിഞ്ഞ് കിടന്ന് ഞാൻ പറ്റില്ലടി എന്ന് ചോദിച്ചിക്കണാ? കുരുത്തക്കേട് കാണിക്കണ ആ മക്കളോടും പെൺകുട്ടികളോടും നമ്മളാകെ പറയലെന്താ? കുറച്ച് കൂട്ടി എക്സാജറേറ്റ് 10 മാസം ആരെങ്കിലും കൊണ്ടുവരുന്നയാളെ നമ്മൾ 36 ആഴ്ചയാണ് മാക്സിമം ടേം ബേബി എന്ന് പറയണത്. നമ്മൾ മാക്സിമം 36 ആഴ്ച അല്ലെങ്കിൽ 9 മാസം 10 ദിവസം കൊണ്ടിടുന്ന് നമ്മളെന്തോ 20 ദിവസം കൂടെ കൂട്ടി 10 മാസം കൊണ്ടിടുന്നില്ലേ എന്ന് പറയും. ഇപ്പോഴത്തെ കുട്ടികൾ പാന്ന് പറഞ്ഞെടുക്കുമ്പോഴത്തേന് 10 അല്ലേ മനസ്സിലായി എന്ന് നമ്മളടുത്ത് റിപ്ലൈ തരുകയും ചെയ്യും അല്ലേ? ആ 10 മാസത്തിൻ്റെ കണക്കേ നമ്മൾ പറയലുള്ളൂ. തുടക്കത്തിൽ ഉണ്ടാകുന്നൊരു ഛർദിയുണ്ട്. ആ 2 ലൈന് കാണുമ്പോഴത്തേന് വരുന്നൊരു ഓക്കാനുണ്ട് അല്ലേ?
HCG ടെസ്റ്റിൽ 2 ലൈന് കാണുമ്പോഴത്തേന് നമുക്ക് വരുന്നൊരു ഓക്കാനുണ്ട്. സാധാരണഗതിയിൽ പ്രഗ്നൻസി അല്ലാത്ത ഒരാൾ ഛർദ്ദിക്കുമ്പോൾ ഒരു ദിവസം നമ്മൾ മുഴുവൻ ഛർദ്ദിച്ചാൽ വൈകുന്നേരം ആകുമ്പോഴത്തേനും നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടും. 2ാമത്തെ ദിവസം മുഴുവൻ ഛർദ്ദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ICUവിലേക്ക് മാറ്റും. 3ാമത്തെ ദിവസവും 4ാമത്തെ ദിവസവും ഛർദ്ദിച്ചാലോ ചിലപ്പോൾ വെന്റിലേഷൻ കൊടുക്കേണ്ടി വരും, അല്ലേ? അതാണ് സാധാരണഗതിയിലുള്ള ഒരു ഛർദിയുടെ അവസ്ഥ എന്ന് പറയുന്നത് മെഡിക്കൽ കേസുകളിൽ. പക്ഷേ ഗർഭിണിയായിരുന്ന സമയത്ത് എത്ര കാലം നമ്മളൊക്കെ ഛർദ്ദിച്ചു? പ്രസവം വരെ ഛർദ്ദിക്കുന്ന ആളുകളുണ്ട്. 10 മാസം ഛർദ്ദിച്ച് ഞാൻ എന്നെ നോക്കിയില്ലേ നമ്മൾ കണക്ക് പറഞ്ഞിരിക്കണോ? പറഞ്ഞിട്ടില്ല. ഇത്ര പോലും പ്രയാസം അനുഭവിച്ച് അവസാനം ഒരു നിമിഷം വരുന്നുണ്ട്, ആ കുഞ്ഞിന് ജന്മം നൽകുക എന്ന് പറയുന്ന സുഖപ്രസവം എന്ന് നാട്ടുകാർ വിളിച്ച് ആരാണ് അവ സുഖം അനുഭവിച്ചത് നമുക്ക് തോന്നുന്നൊരു പ്രോസസ്സ് അല്ലേ? നമ്മളൊക്കെ പ്രസവിച്ചവരാ അല്ലേ? സുഖമാണോ ഉണ്ടാവാല് പ്രസവിക്കുമ്പോൾ? അല്ല, നമുക്ക് പറയാൻ പറ്റും സുഖമല്ല ഉണ്ടാവുക. 21 എല്ലുകൾ, ഒരെല്ലല്ല, 21 എല്ലുകൾ ഒരേ സമയം പൊട്ടുമ്പോൾ ഒരു സ്ത്രീ അനുഭവിക്കുന്ന വേദന, അതാണ് ഒരു കുഞ്ഞിന് ചൈൽഡ് ബേർത്ത് എന്ന് പറയുന്ന ആ പ്രോസസ്സ് നടത്തുമ്പോൾ നമ്മുടെ ശരീരത്തിൽ സംവിധാനിക്കുന്നത്. കാരണം ഇഷിയം, ഇലിയം, പ്യൂബിസ് എന്നൊക്കെ പറയുന്ന പ്രത്യേക തരം രൂപത്തിൽ അറേഞ്ച് ചെയ്യപ്പെട്ട ആ ബോൺസ് എക്സ്പാൻഷൻ സംഭവിക്കുകയാണ്. ആ ബോൺസ് എക്സ്പാൻഷൻ സംഭവിച്ച് ആ രൂപത്തിൽ നിന്നാൽ പോരാ, തിരിച്ച് പഴയ രൂപത്തിലേക്ക് തിരിച്ചു വരണം. ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹാപ്പി ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോണിൻ്റെ സഹായത്തോടു കൂടി, ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും അല്ലേ സുഖപ്രസവം എന്ന് പേരെടുത്തത്. ഹാപ്പി ഹോർമോൺ ആ സമയത്ത് ഉണ്ടാവുന്നത് ഓക്സിറ്റോസിനെ, അല്ലേ? അഡ്രിനാലിനും നോർ അഡ്രിനാലിനും അല്ല ഉണ്ടാവുന്നത്. ഓക്സിറ്റോസിൻ എന്നറിയപ്പെടുന്ന ഹാപ്പി ഹോർമോൺ, ഫീൽ ഗുഡ് ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോണാണ് പ്രസവിക്കുമ്പോൾ നമ്മളെ ശരീരത്തിൽ ഉണ്ടാവുന്നത്. പക്ഷെ നമ്മളാരും ചിരിക്കാറില്ല, കരഞ്ഞുകൊണ്ടാണ് കുഞ്ഞിന് ജന്മം നൽകാറുള്ളത്. അത്രയേറെ വേദന സഹിച്ചുകൊണ്ട് പ്രസവിച്ച കുഞ്ഞ്, ഡോക്ടർ വന്ന് പറയും, നേഴ്സ് വന്ന് പറയും, 2 മണിക്കൂർ കൂടുമ്പോൾ കുഞ്ഞിന് പാല് കൊടുക്കണം കേട്ടോ എന്ന്. ആരെങ്കിലും അലാറം വെച്ചിക്കണോ 2 മണിക്കൂർ കൂടുമ്പോൾ? ഇന്ന് പോയിട്ട് 10 മണിക്ക് കിടന്നുറങ്ങണ നമ്മൾ 12 മണിക്ക് അലാറം വെക്കുക, 12 മണിക്ക് എണീക്കുക, 2 മണിക്ക് വീണ്ടും അലാറം വെക്കുക, 4 മണിക്ക് വീണ്ടും അലാറം വെക്കുക. 2 മണിക്കൂർ കൂടുമ്പോൾ അലാറം വെച്ച് അടുത്ത ദിവസം രാവിലെ എഴുന്നേൽക്കുന്ന നമുക്ക് ആർക്കെങ്കിലും ഓഫീസിൽ പോയി നേരാവണ്ണം പണിയെടുക്കാൻ പറ്റുമോ? സ്കൂളിൽ പോയി നേരാവണ്ണം ജോലി ചെയ്യാൻ പറ്റുമോ? കഴിയൂല. നമ്മൾ ഇൻസഫിഷ്യൻസി, സ്ലീപ്പിങ്ങിൽ നമ്മൾ ഉറക്കത്തിൽ ഇൻസഫിഷ്യൻസി വന്നിട്ടുണ്ടാവും, അല്ല? സൗണ്ട് സ്ലീപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. സൗണ്ട് സ്ലീപ്പ് കിട്ടാതിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ആ റൊട്ടീൻസിൽ അത് തീർച്ചയായിട്ടും അത് എഫക്റ്റ് ചെയ്യപ്പെടും. പക്ഷേ അന്ന് കുഞ്ഞിന് ജന്മം നൽകിയ ആ സമയത്ത്, കുഞ്ഞിന് 2 വയസ്സാവുന്ന സമയം വരെ കുഞ്ഞിന് മഞ്ഞപ്പിത്തം വരാൻ പറ്റൂല, അല്ലേ? കുഞ്ഞിന് ഡീഹൈഡ്രേഷൻ വരാൻ പറ്റൂല. അവളുടെ വളർച്ച പൂർണ്ണമായും അതിൻ്റെ അവസ്ഥയിലേക്ക് എത്തണം. 2 മണിക്കൂർ കൂടുമ്പോൾ ഒരു അലാറത്തിൻ്റെയും സഹായമില്ലാതെ നമ്മൾ ഉണർന്നിട്ടുണ്ടായിരുന്നു, കുഞ്ഞിന് പാല് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത്രയേറെ പ്രയാസങ്ങൾ അന്നും ഇന്നും എന്നും ഇങ്ങനെ സഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അതിനേക്കാൾ മനോഹരമായി ജനിപ്പിക്കപ്പെടുന്ന ഉമ്മ എന്ന് പറയുന്ന ആ സ്ത്രീയിൽ നിന്നും ഒരു ക്രോമസോം ഏറെ എടുത്തിട്ടില്ല, അല്ലേ? എന്തേ ഉമ്മാക്കൊരു ക്രോമസോം ഏറെ കൊടുത്തുവിടാനോ? ഭൂമിയിൽ കാലിൻ്റെ അടിയിൽ സ്വർഗം സംവിധാനിച്ച് വെച്ച ഒരേ ഒരുവൾ അത് ഉമ്മയല്ലാതെ മറ്റാരുമല്ല. പാപ്പാൻ്റെ കാലിൻ്റെ അടിയിൽ സ്വർഗം ഉണ്ടോ? ആങ്ങളൻ്റെ ഉണ്ടോ? ഏട്ടത്തിൻ്റെ അനിയത്തിൻ്റെ ഉണ്ടോ? ഇല്ല. ഉമ്മയുടെ കാലിനടിയിൽ മാത്രമാണ് സ്വർഗം സംവിധാനിച്ച് വെച്ചിട്ടുള്ളൂ എങ്കിൽ ഉമ്മയിൽ നിന്നും ഒരു ക്രോമസോം ഏറെ കൊടുത്തിട്ടില്ല. ഇത് തന്നെയാണ് ജെൻഡർ ഈക്വാലിറ്റിയുടെ ഏറ്റവും വലിയ ഉദാഹരണം. ആണിൽ നിന്നും പെണ്ണിൽ നിന്നും ഈക്വലായിക്കൊണ്ട് ഒരേ അളവിൽ ക്രോമസോം എടുത്തുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ജന്മമാണ് സുബ്ഹാനല്ലാഹ് നമുക്ക് ഓരോരുത്തർക്കും. ആ സ്ത്രീയോടും പുരുഷനോടും വ്യത്യസ്തങ്ങളായി സൃഷ്ടിക്കപ്പെട്ട അവരെ പരിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായത്തിൽ വീണ്ടും പറയാണ്, നിങ്ങളെ സ്ത്രീയെയും പുരുഷനെയും ഒരേ ആത്മാവിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഒരേ ആത്മാവിൽ നിന്നുമാണ് നാം സൃഷ്ടിക്കപ്പെട്ടത്. ആ സ്ത്രീയിൽ നിന്നും പുരുഷനിൽ നിന്നും മറ്റനേകം സ്ത്രീകളെയും പുരുഷന്മാരെയും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ അള്ളാഹുവിനെയും സൂക്ഷിക്കുക, കുടുംബ ബന്ധങ്ങളെയും സൂക്ഷിക്കുക. അള്ളാഹു നിരന്തരം നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ്. വീണ്ടും ഓർമ്മിപ്പിക്കുക, അള്ളാഹുവിനെ സൂക്ഷിക്കാൻ പറയുന്നതിൻ്റെ കൂടെയാണ് പറയണത്. പടച്ചോനോട് നാം നൽകേണ്ട സൂക്ഷ്മതയോടൊപ്പം ചേർത്ത് പറയുകയാണ്, നിങ്ങൾ കുടുംബ ബന്ധങ്ങളെയും സൂക്ഷിക്കുക.
നിങ്ങൾ കുടുംബ ബന്ധങ്ങളെയും സൂക്ഷിക്കുക. കാരണം തമ്പുരാൻ, എൻ്റെ പടച്ചോൻ എന്നെ ഓരോ നിമിഷവും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ എപ്രകാരമാണ് എൻ്റെ ബന്ധങ്ങളോട്, ഞാൻ എപ്രകാരം നാളെ ചോദ്യം ചെയ്യപ്പെടുന്ന ആ ബന്ധങ്ങളോട് ഞാൻ എപ്രകാരമാണ്. നാളെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ആ ചോദ്യങ്ങൾക്ക് മുൻപിൽ ഉത്തരങ്ങൾ നൽകിക്കൊണ്ട് പിടിച്ചു നിൽക്കാൻ എനിക്ക് സാധിക്കുമോ? അത് തന്നെയാണ് ഏറ്റവും മനോഹരമായ, ഊഷ്മളത നൽകുന്ന, ഇമ്പം പകരുന്ന ആ കുടുംബങ്ങൾ സംജാതമാവുവാൻ, സ്നേഹം നൽകുന്ന ആ ബന്ധങ്ങൾ സംജാതമാവുവാൻ നാം ഓരോരുത്തരും സൂക്ഷിക്കേണ്ടതും. ആ ഇക്വാലിറ്റിയിലേക്ക്, ആ ജെൻഡർ ഇക്വാലിറ്റിയിലേക്ക് തന്നെ വീണ്ടും വീണ്ടും വെളിച്ചം വീശുകയാണ് ഇവിടെ പറയുന്നത്. ഇണകളോട് സംസാരിക്കുന്നത്, ഇണകളോടാണ് പറയുന്നത്. നിങ്ങൾ പരസ്പരം ആനന്ദിക്കുവാനും ആഹ്ലാദിക്കുവാനും സംതൃപ്തി അടയുവാനും വേണ്ടി നിങ്ങളെ ഞാൻ ഇണകളാക്കി സൃഷ്ടിച്ചിരിക്കുന്നു. ജെൻഡർ ഇനീക്വാലിറ്റി ആയിരുന്നുവെങ്കിൽ പുരുഷനോട് മാത്രം പറയുമായിരുന്നു, ഹേ പുരുഷ, നീ വിവാഹം കഴിച്ചുകൊണ്ട് ആനന്ദിക്കുക, ആഹ്ലാദിക്കുക, സംതൃപ്തി അടയുക. അല്ലെങ്കിൽ സ്ത്രീയോട് മാത്രമായിട്ട് പറയുമായിരുന്നു, സ്ത്രീ നീ വിവാഹം കഴിച്ചുകൊണ്ട് ആനന്ദിക്കുക, ആഹ്ലാദിക്കുക, സംതൃപ്തി അടയുക. പറഞ്ഞിട്ടില്ല. രണ്ടുപേർക്കും ഒരുപോലെ ആനന്ദിക്കുവാനും ആഹ്ലാദിക്കുവാനും സംതൃപ്തി അടയുവാനും വേണ്ടി നിങ്ങളെ ഞാൻ ഇണകളാക്കി സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിലപ്പുറം ജെൻഡർ ഈക്വാലിറ്റി വേറെ എവിടെയില്ല. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കണം. ഏറ്റവും കൂടുതൽ ക്ലിനിക്കിൽ വരുന്ന കേസുകൾ കല്യാണം വേണ്ട എന്ന് പറഞ്ഞു വരുന്ന പെൺകുട്ടികളാണ്. കല്യാണം വേണ്ട എന്ന് പറഞ്ഞു വരുന്ന പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ ക്ലിനിക്കിൽ ഫേസ് ചെയ്യാറുള്ള കേസുകൾ. ഇവർ പറയുന്ന ഒരു കാരണമുണ്ട്. ഒന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊക്കെ, ഞാനോ അല്ലെങ്കിൽ നിങ്ങളോ ഒക്കെ നമ്മുടെ കൗമാരപ്രായങ്ങളിലൂടെ കടന്നു പോയിരുന്ന സമയത്ത് മുന്നിലുണ്ടായിരുന്ന ഓപ്ഷൻ 18 വയസ്സ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജോലിയാവുക എന്ന് നമ്മളൊരു ആഗ്രഹം പൂർത്തിയാക്കി കഴിഞ്ഞാൽ പിന്നുള്ളൊരു ഓപ്ഷൻ എന്തായിരുന്നു? വിവാഹിതയാവുകയാണ്, അല്ലേ? ഒരു ഇണയെ സ്വീകരിക്കുക, ഒരു കുടുംബ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുക എന്നുള്ളൊരു സെക്കൻഡ് ഫേസ് അതായിരുന്നു നമ്മുടെ മുൻപിൽ ഉണ്ടായിരുന്നത്. ഒരിക്കൽ ഇതുപോലൊരു സദസ്സിൽ, നാട്ടിൽ ഒരു സദസ്സിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ, ഇണകളെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുൻപിലിരിക്കുന്ന ഇച്ചിരി പ്രായമായ ഒരു ഉമ്മ എണീറ്റ് എന്നിട്ട് പറയാം, അല്ല മളെ, ചട്ടിയും കലയൊക്കെ ആവുമ്പോൾ ജിദ്ദയിലും അങ്ങനെ തന്നെയാ? അല്ല, ജിദ്ദയിലും തട്ടിയും മുട്ടിയും കണ്ട് തന്നെയല്ലേ? ഞാൻ വിചാരിച്ചു നാട്ടിൽ മാത്രമേ ഈ ചട്ടിയും കാലും ഇങ്ങനെ തട്ടിയും മുട്ടിയും. മക്കളെ, തട്ടി മുട്ടി ഇരുന്നാൽ ആ കലത്തിൽ അരി വേവൂല, ആ കലത്തിൽ ഭക്ഷണം ഉണ്ടാവില്ല. പണ്ടൊക്കെ തട്ടിമുട്ടി ചെറിയൊരു ഓട്ട ഉണ്ടായാലും അതിൽ കഞ്ഞി വേവുമായിരുന്നു. ആ കഞ്ഞി കുടിച്ച് വിശപ്പടക്കാമായിരുന്നു. ഇന്നത്തെ ചട്ടിയും കലും തട്ടി മുട്ടിയായാൽ ഓപ്ഷൻസ് നിരവധി ഉണ്ട്. എൻ്റെ ഉമ്മമ്മ എടവണ്ണയെ ജമീല ടീച്ചർ 15 വർഷങ്ങൾക്ക് മുൻപ് എഴുതിയ വരികളാണ്. ഇങ്ങനെയാണ്: എന്തിനാണ് പൊന്നിലഞ്ഞി പൂവണിഞ്ഞ് നിൽക്കണ, എപ്പോഴാണ് കാറ്റ് വന്ന് താലി നിന്നെ കെട്ടണ, ലല്ലലല്ലം ലാലലല്ലം ആടിടും തെങ്ങോലയിൽ താളമിട്ട് മേളമിട്ട് പൂങ്കുയിൽ പാടണ താമരപ്പൂ മാരനെന്തേ ഇത്ര താമസിക്കണ. ഇത് 15 വർഷങ്ങൾക്ക് മുൻപ് എഴുതിയ വരികളാണ്. ഇതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് വെച്ചാൽ, സ്ത്രീധനക്കുറവ് മൂലം മംഗല്യ സൗഭാഗ്യം ലഭിക്കാത്തൊരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ രോദനങ്ങളാണ് പറയുന്നത്. എനിക്ക് കൊടുക്കാൻ സ്ത്രീധനം ഇല്ല, അതുകൊണ്ട് എൻ്റെ മാരൻ എന്തേ ഇത്ര വൈകണോന്ന് ചോദിക്കുക. ഇന്ന് ഈ കാലഘട്ടത്തിൽ, ഈ റോബോട്ടിക്സ് യുഗത്തിൽ, മെറ്റാവേഴ്സിൻ്റെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും കാലഘട്ടത്തിൽ ഞാൻ സ്റ്റേജിൽ കയറി പാട്ട് പാടി എനിക്ക് ഏറിട്ടും ഇല്ലേ? നമ്മളെ കൗമാരപ്രായത്തിലുള്ള കുട്ടികളെല്ലാവരും കൂടെ കൂടിയിട്ട് എന്നെ പെരുമാറും. കാരണം എന്താ? ഇതിൻ്റെ അവസാന വരികൾ എന്താ പാടിയത്? താമരപ്പൂ മാരൻ എന്തേ ഇത്ര താമസിക്കണ്. ആർക്കാണ് താമരപ്പൂ മാരനെ വേണ്ടത്? ആർക്കും വേണ്ട. നമ്മളെ കുട്ടികൾക്കൊന്നും താമരപ്പൂ മാരനെ വേണ്ട. അന്ന് നമ്മുടെ മുൻപിൽ ഉണ്ടായിരുന്ന ഓപ്ഷൻ വിവാഹം കഴിക്കുക, കുടുംബജീവിതത്തിലേക്ക് അടുത്ത ഒരു ഫേസ്, ജീവിതത്തിൻ്റെ അടുത്ത ഒരു സ്റ്റേജിലേക്ക്, മനോഹരമായൊരു ഫേസിലേക്ക് കയറുക എന്നതായിരുന്നുവെങ്കിൽ, അന്നത്തെ നാം കാണുന്ന ആ ചട്ടിയും കലവും തട്ടിയും മുട്ടിയും ആയിരുന്നുവെങ്കിൽ,
അല്ല, ആ ഉമ്മ തുടർന്ന് പറഞ്ഞെൻ്റെ അടുത്ത്, മൈക്ക് വാങ്ങിയിട്ട് ആ ഉമ്മ പറയാ, ചട്ടിയും കലാവുമ്പോൾ തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കൂലേ മോളെ, ഞങ്ങൾ എൻ്റെ ഉമ്മയും ഉപ്പയൊക്കെ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. മാപ്പിളയും പെണ്ണുങ്ങളാവുമ്പോൾ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടാവും, അത് കുറച്ച് കഴിയുമ്പോൾ നമ്മളങ്ങോട്ട് ശരിയാവില്ലേ. ഞങ്ങളും ഇങ്ങനെയല്ലേ. എന്നിട്ട് ഞാൻ 16 മക്കളെ പ്രസവിച്ചു. ഈ 16 മക്കളും എണ്ണി പറഞ്ഞു, എൻ്റെ വലിയ മോന് റിട്ടയേർഡ് തഹസിൽദാറാണ്, എൻ്റെ രണ്ടാമത്തെ മോന് റിട്ടയേർഡ് BDO ആണ്, എൻ്റെ മൂന്നാമത്തെ മോന് റിട്ടയേർഡ് ഡെപ്യൂട്ടി കളക്ടറാണ്, എൻ്റെ നാലാമത്തെ മോള് ഹെഡ് മിസ്ട്രസ് ആണ്. 16 എനിക്ക് ഓർത്തെടുക്കാൻ വയ്യട്ടാ, ഓർമ്മയുള്ളതൊക്കെ പറഞ്ഞതാ. ഉമ്മ തെറ്റാതെ ഈ 16 എണ്ണത്തിനെയും പറഞ്ഞു. അല്ലെ, ഈ 16 എണ്ണത്തിനെയും തട്ടിയും മുട്ടിയൊക്കെ ഇരുന്നിട്ട് ഉമ്മ പോറ്റി വളർത്തി ഈ കാണുന്ന പൊസിഷൻസിലൊക്കെ എത്തിച്ചുവെങ്കിൽ ദന്തത്താപ്പ് ഈ കാലഘട്ടത്തിൽ ഇത്രയേറെ ഇതിനെക്കുറിച്ച് പറയാൻ. എന്താണ് പാരൻറ്റിങ്ങിനെ കുറിച്ച് ഈ കാലഘട്ടത്തിൽ ഇത്രയേറെ പറയാൻ എന്ന ചോദ്യത്തിന് ഇത് തന്നെയാണ് ഉത്തരം. അവിടെ ഇതല്ലാത്ത ഒരു ഓപ്ഷൻ നമ്മളെ മുമ്പിൽ ഉണ്ടായിനാ? ആത്മാർത്ഥമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കി. വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളൊക്കെ എന്ത് ചെയ്യുമായിരുന്നു? ഇതാപ്പം എല്ലാവരും ഉള്ളിലിരിപ്പ് അല്ലേ. എന്ത് ചെയ്യായിരുന്നു? കെട്ടൂല, കെട്ടാണ്ട് ജീവിക്കുവോ? സോളോ ലൈഫ് ജീവിക്കുവോ?